So next concept in this module is degeneracy in a transportation problem. So first we will define the definition of degeneracy. Consider an M source N destination transportation problem. We know that the total number of basic variables of the general transportation problem at any stage of the feasible solution must be equal to M plus N minus 1. Whenever the number of basic variables or the number of occupied cells is less than M plus N minus 1, then the basic feasible solution is said to be degenerate. ഇതാണ് ഡീജനറസി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ഒരു എം സോഴ്സും എൻ ഡെസ്റ്റിനേഷൻസും ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കിട്ടുമെന്ന് നോക്കാം. സോഴ്സ് 1, സോഴ്സ് 2 എക്സെട്ര, സോഴ്സ് എം ആൻഡ് ഡെസ്റ്റിനേഷൻ D1, D2 എക്സെട്ര, DN. എം സോഴ്സും എൻ ഡെസ്റ്റിനേഷൻസുമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ എത്ര ബേസിക് വേരിയബിൾസ് വേണമെന്നാണ് നമ്മൾ തിയറി പഠിച്ചിരിക്കുന്നത്. Number of basic variables must be equal to M plus N minus 1. So if the number of basic variables is less than M plus N minus 1, then it is the case of degeneracy. M plus N minus 1 basic variables ഇല്ല എങ്കിൽ ആ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്നത് ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. എത്ര ബേസിക് വേരിയബിൾസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഒക്കുപ്പൈഡ് സെൽസ് ഉണ്ട്. നമ്മുടെ തിയറി കഴിഞ്ഞ ദിവസം നമ്മളൊരു തിയറം പഠിച്ചതാണ്. നമ്പർ ഓഫ് ഒക്കുപ്പൈഡ് സെൽസ് ഓർ നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസ് മസ്റ്റ് ബി ഈക്വൽ ടു M plus N minus 1. If the number of occupied cells is less than M plus N minus 1, then it is called a degenerate basic feasible solution. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റോയും കോളവും ഒക്കെ ഉപയോഗിച്ച് M plus N minus 1 വാല്യൂ കണ്ടുപിടിക്കുക. അത്രയും ബേസിക് വേരിയബിൾസ് അല്ലെങ്കിൽ അത്രയും ഒക്കുപ്പൈഡ് സെൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ നമുക്ക് ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യന് പ്രോബ്ലം: എ കമ്പനി ഹാസ് 3 plants ABC ആൻഡ് 4 shops alpha, beta, gamma, delta. The number of units available at the plants are 6, 8, 10 respectively. The distributions at alpha, beta, gamma, delta are 4, 6, 8, 6 respectively. The unit cost of transportation are as follows. ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ടേബിളിനകത്ത് 1, 2, 3, 4 എന്നൊക്കെ പറയുന്നത് CIJസിന്റെ വാല്യൂ ആണ്. കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് 1 യൂണിറ്റ് ഫ്രം ദി പ്ലാന്റ് A to the distribution center alpha is 1. Similarly, the cost of transporting 1 unit from the plant A to the distribution center beta is 2. So 1, 2, 3, 4, 4, 3, 2, 0, 0, 2, 2, 1, they are all CIJs, cost of transporting 1 unit. Now what is the availability at the source A? What is the availability at the plant B? What is the availability at the plant C? It is given in the question. We know that there are 3 plants ABC, and the number of units available at the plants are 6, 8 and 10 respectively. So the availabilities are 6, 8 and 10 respectively. Now what are the requirements at the destinations alpha, beta, gamma and delta? It is also given in the question. The distributions at the shops alpha, beta, gamma, delta are respectively 4, 6, 8 and 6. So the requirement or demand at the shop alpha is 4, then 6, 8 and 6. These are the requirements. So we have the problem in the transportation table format. Now we have to solve this problem. Solve ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ആദ്യം മെട്രിക്സ് മിനിമം മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഉപയോഗിച്ചോ അതും അല്ലെങ്കിൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചോ ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫൈൻഡ് ആൻ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ യൂസിങ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒപ്റ്റിമം വാല്യൂ തരുന്നുണ്ടോ, മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫോർ ദാറ്റ് വി യൂസ് ദ മോഡി മെത്തേഡ് ഓർ UV മെത്തേഡ്. ഇപ്പോൾ 2 സ്റ്റെപ്പ് ഉണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ലാസ്റ്റ് ഡേ നമ്മളൊരു തിയറം 1 പഠിച്ചിരുന്നു. ദ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ്
the general transportation solution of a general transportation problem is that എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചായിരുന്നോ? ഓർക്കുന്നുണ്ടോ? എന്താണത്? Necessary and sufficient condition for the existence of the solution of a transportation problem is that total supply is equal to total demand. Total supply എത്രയാണ്? 6 plus 8 plus 10, that is 24. What is the total requirement? 4 plus 6 plus 8 plus 6, that is also 24. So here total supply and total demand are equal. They are equal to 24. So the problem is a balanced transportation problem. So here, what is the value of M? M എത്രയാണ്? M is equal to number of sources, that is equal to 3. What is the value of N? N is equal to number of destinations, അല്ലെങ്കിൽ number of shops, number of distribution centers. They are alpha, beta, gamma, delta. So there are 4 destinations. So what is the value of M plus N minus 1? M plus N minus 1 is equal to M plus N minus 1 is equal to M ന്റെ വാല്യൂ 3ഉം N ന്റെ വാല്യൂ 4ഉം ആണ്. That is equal to 3 plus 4 minus 1, which is equal to 3 plus 4, 7 minus 1, 6. So M plus N minus 1 is equal to 6. ഇനി നമ്മുടെ ഡെഫിനിഷനിലേക്ക് നോക്കുക. നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ 6 M plus N minus 1ന്റെ വാല്യൂ 6 ആണ്. 6 ബേസിക് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഇനി നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസിന്റെ എണ്ണം 6നേക്കാൾ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലെസ് ദാൻ 6 ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസിന്റെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒക്കുപ്പൈഡ് സെൽസിന്റെ എണ്ണം ലെസ് ദാൻ 6 ആണെങ്കിൽ, ഹിയർ M plus N minus 1 is 6. So the number of occupied cells is less than 6, then it is called the degenerate basic feasible solution. നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് നോക്കാൻ പോകാം. ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താണ്? ഞാൻ ഇവിടെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ഇതിന്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. I am using the Vogel's approximation method for finding an initial basic feasible solution. Vogel's approximation method ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? Vogel's approximation ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ റോ ഡിഫറൻസ് എല്ലാം കണ്ടുപിടിച്ച് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്യണം. കോളം ഡിഫറൻസുകളെല്ലാം കണ്ടുപിടിച്ച് ഓരോ കോളത്തിൻ്റെയും താഴെ അത് ഡിസ്പ്ലേ ചെയ്യണം. അതിനുശേഷം ഏറ്റവും വലിയ റോ ഡിഫറൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കോളം ഡിഫറൻസ്, ഏറ്റവും വലിയ ഡിഫറൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയിലോ കോളത്തിലോ ഒക്കെ ആദ്യമായിട്ട് അലൊക്കേഷൻ നടത്തുന്നു. പിന്നീട് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അവസാനം നമുക്ക് ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഞാനിവിടെ ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. നോക്കിക്കേ, ഫസ്റ്റ് പ്ലാന്റിന്റെ അവൈലബിലിറ്റി 6 ആണ്. ആ 6 നമ്മൾ ഷോപ്പ് ബിയിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പ്ലാന്റിന്റെ അവൈലബിലിറ്റി 8 ആണ്. അത് ഷോപ്പ് ഗാമ, ഡെൽറ്റ എന്നിവയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 2 plus 6, which is equal to 8, satisfying the availability condition. Here plant സിയുടെ അവൈലബിലിറ്റി 10 ആയിരുന്നു. ആ 10 ആൽഫ ആൻഡ് ഗാമ ഷോപ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ 4 plus 6 is equal to 10. അപ്പോൾ എല്ലാ റോ ഇക്വേഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 6 equal to 6, 2 plus 6 is equal to 8, 4 plus 6 is equal to 10. ഇതുപോലെ തന്നെ നമുക്ക് കോളം കണ്ടീഷൻസ്, കോളം ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 4 equal to 4, 6 is equal to 6, 2 plus 6 is equal to 8, 6 is equal to 6. So all row equations and column equations are satisfied here. So we can verify this is an initial basic feasible solution. ഇത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സൊല്യൂഷൻ ആണ്. നിങ്ങളത് വെരിഫൈ ചെയ്ത് നോക്കുക. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇത് തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തുക. അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കിട്ടിയിരിക്കുന്ന സൊല്യൂഷന് ഒരു ഒപ്റ്റിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് തരുന്നുണ്ടോ, മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് തരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് മോഡി മെത്തേഡ് അല്ലെങ്കിൽ UV മെത്തേഡ് എന്ന് പറയുക. അതിനുവേണ്ടി നമ്മൾ 2 ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഫോർ ഒക്കുപ്പൈഡ് സെൽസിന് വേണ്ടി നമ്മൾ ഒരു സെറ്റ് ഇക്വേഷൻസ് സോൾവ് ചെയ്യണമായിരുന്നു. UI plus VJ is equal to CIJ. UI plus VJ is equal to CIJ എന്ന് പറയുന്ന ഇക്വേഷൻസ് അല്ലേ.
അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇവിടെ എത്ര occupied cells ഉണ്ടായിരുന്നു? Number of basic variables is equal to, അല്ലെങ്കിൽ number of occupied cells is equal to എത്രയാണ്? എത്ര occupied cells ഉണ്ട്? This is the first occupied cell, second occupied cell, third occupied cell, fourth occupied cell, fifth occupied cells. There are only 5 occupied cells. And that means there are only 5 basic variables. ഏതൊക്കെയാണ് 5 basic variables? That is x12 ഒരു basic variable ആണ്. x23 another basic variable. x24 another basic variable. x31 another basic variable. And the last basic variable is x33. അങ്ങനെ 5 basic variables ഏ ഉള്ളൂ. Number of basic variables is equal to number of occupied cells is equal to 5. 5 എണ്ണേ ഉള്ളൂ. പക്ഷെ എത്ര എണ്ണം വേണമായിരുന്നു? What is the value of m plus n minus 1? m plus n minus 1 എത്രയാ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. m plus n minus 1 is equal to 6. So here the number of basic variables is less than m plus n minus 1, which is equal to 6. Number of basic variables or number of occupied cell is less than m plus n minus 1. So this solution is a degenerate basic feasible solution. ഇത് degenerate ആണ്. നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട m plus n minus 1 അല്ലെങ്കിൽ 6 occupied cells ഇവിടെ ഇല്ല. നിർബന്ധമായിട്ടും വേണ്ട ബേസിക് വേരിയബിൾസ് 6 ആണ്. പക്ഷെ ഇവിടെ 5 എണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ degenerate basic feasible solution എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇനീഷ്യൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമസ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ m plus n minus 1 ബേസിക് വേരിയബിൾസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത്രയും ഒക്കുപ്പൈഡ് സെൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോഡി മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം അത്രയും വേരിയബിൾസ് ഇല്ല, അല്ലെങ്കിൽ അത്രയും ഒക്കുപ്പൈഡ് സെൽസ് ഇല്ല. അതുകൊണ്ട് മോഡി മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. ഇപ്പം ഡീജനറസി ഉണ്ടെന്ന് നമ്മൾ സ്ഥാപിച്ചു. ഡീജനറസി ഉണ്ട്. ഇനി ഇതിനെ ഡീജനറസി അല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒക്കുപ്പൈഡ് സെൽസിന്റെ എണ്ണം 6 ആക്കണം. m plus n minus 1 ഈക്വൽ ആക്കണം. അതിനെന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഒക്കുപ്പൈഡ് സെൽസ് ഇപ്പോൾ നിലവിൽ 5 ഉള്ളൂ, അത് 6 ആക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സെല്ലും കൂടെ ഒക്കുപ്പൈഡ് സെല്ലാകണം. അത് ഏത് സെല്ലാണ്? നോക്കുക, നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഉള്ള ഒരു സെല്ലിലേക്ക് നമ്മൾ അലോക്കേഷൻ കൊടുക്കാൻ പോവാണ്. ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഉള്ള സെൽ. ഓൾറെഡി ഒക്കുപ്പൈഡ് ആയിട്ടുള്ള സെല്ലിലല്ല നമ്മൾ നോക്കുക, അൺഒക്കുപ്പൈഡ് സെല്ലിലെ ലീസ്റ്റ് കോസ്റ്റ്. ഇവിടെ 1 ഉണ്ട്, 3 4 4 3 2 1. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ലീസ്റ്റ് കോസ്റ്റ് ഉള്ള അൺഒക്കുപ്പൈഡ് സെൽസ് 2 ഉണ്ട്. 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ? ഇതിൽ ഒന്നെങ്കിൽ ഈ സെല്ലിൽ അലോക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഈ സെല്ലിൽ അലോക്കേഷൻ കൊടുക്കാം. അതൊരു ടൈ ആണ്. യു ക്യാൻ ബ്രേക്ക് ദി ടൈ by choosing one of them arbitrarily. ഞാൻ ഇവിടെ ഇത് ചൂസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ ഇത് ഒരു അൺഒക്കുപ്പൈഡ് സെൽ ആയിരുന്നു, അതിനെ ഒക്കുപ്പൈഡ് സെല്ലാക്കി മാറ്റുകയാണ്. ഇതൊരു അൺഒക്കുപ്പൈഡ് സെല്ലിനെ ഒരു ഒക്കുപ്പൈഡ് സെല്ലാക്കി മാറ്റുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടുത്തെ അലോക്കേഷൻ എന്താണ്? വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് x11? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. x11ന്റെ വാല്യൂ എന്താണ്? ഇപ്പൊ ഇവിടെ എനിക്ക് 1 എന്നോ 2 എന്നൊക്കെ എഴുതാൻ പറ്റുമോ? 1 എന്ന് എഴുതി കഴിഞ്ഞാൽ റോ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യോ? 1 plus 6 7 ആയി പോകും. ടോട്ടൽ അവൈലബിലിറ്റി 6 ഉള്ളൂ. 6ന്റെ സ്ഥാനത്ത് 1 plus 6 7 എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ -1 എന്ന് എഴുതാനോ? -1 പറ്റിയല്ല. കാരണം XIGSന്റെ വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ നെഗറ്റീവ് നമ്പർ പറ്റത്തില്ല, ഒരു പോസിറ്റീവ് നമ്പറും പറ്റിയല്ല. 7 ഒക്കെ പറ്റുമോ? 7 plus 6 13 ആയി പോകും. പക്ഷെ അവൈലബിലിറ്റി 6 ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? അതുകൊണ്ട് തിയറി പറയുന്നത് ഇതാണ്, ഇവിടെ ഒരു ഏറ്റവും ചെറിയ ഒരു പോസിറ്റീവ് നമ്പർ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അസൈൻ എ വെരി വെരി സ്മോൾ നമ്പർ. അതിനെ നമ്മൾ എപ്സിലോൺ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ റേമിന് എന്താ, ഈ റോ ഇക്വേഷൻ എന്തായിട്ട് മാറും? x11 plus x12 is equal to 6 plus epsilon എന്നാവും. വേറെ എപ്സിലോൺ ഈസ് വെരി വെരി സ്മോൾ നമ്പർ. എപ്സിലോൺ ഈസ് വെരി ക്ലോസ് ടു 0 എന്നൊക്കെ പറയാം. ഇങ്ങനെ എപ്സിലോൺ ഇട്ട് നമുക്ക് പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. ഇനി അതല്ല, മറ്റൊരു തിയറി പറയുന്നതാണ്, നിങ്ങൾ എപ്സിലോൺ ഒന്നും ഇടാൻ പോകണ്ട, എപ്സിലോണിന്റെ സ്ഥാനത്ത് 0 ഇട്ടേക്കുക.
0 ഇട്ടങ്ങ് ചെയ്യുക. 0 ആണെങ്കിൽ നമ്മൾ സാധാരണ എഴുതാറില്ല. 0 ആണെങ്കിൽ അതെല്ലാം ഡീഫോൾട്ടായിട്ട് നമ്മൾ അൺഒക്കുപ്പൈഡ് സെല്ലാണ് അല്ലെങ്കിൽ നോൺ ബേസിക് വേരിയബിൾസ് ആണെന്നാണ് പറയാറ്. പക്ഷേ ഇവിടെ എപ്സിലോൺ എഴുതുന്ന സ്ഥാനത്ത് നമ്മൾ എപ്സിലോൺ എന്നുള്ള സിമ്പിളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു 0 എഴുതുകയാണ്. 0 മനഃപൂർവ്വം എഴുതി ചേർക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്പർ ഓഫ് ഒക്കുപ്പൈഡ് സെൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസിന്റെ എണ്ണം m+n-1 ആക്കാൻ വേണ്ടി. ഓക്കെ, അതിനുവേണ്ടി ഒരു 0 നമ്മൾ എഴുതുന്നു. ബാക്കി ഒരു സെല്ലിൽ നമ്മൾ 0 ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ എണ്ണി നോക്കിയേ, എത്ര ഒക്കുപ്പൈഡ് സെൽസ് ഉണ്ട്? നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒക്കുപ്പൈഡ് സെൽസ് എത്രയുണ്ട്? ഫസ്റ്റ് ഒക്കുപ്പൈഡ് സെൽ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ. സോ നമ്മൾ ഈ ഒരു അലോക്കേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ m+n-1ന്റെ എണ്ണം 6 ആയി. നമ്പർ ഓഫ് ഒക്കുപ്പൈഡ് സെൽസിന്റെ എണ്ണവും 6 ആയി. സോ വി ക്യാൻ യൂസ് മോഡി മെത്തേഡ്. ഓക്കെ, ഈ ഒരു അലോക്കേഷൻ കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ നിലവിൽ അൺഒക്കുപ്പൈഡ് ആയിട്ടിരുന്ന ഒരു സെല്ലിനെ ഒക്കുപ്പൈഡ് സെല്ലാക്കി മാറ്റി അവിടുത്തെ അലോക്കേഷൻ 0 ആക്കി കൊടുത്തു. അപ്പോൾ ഈ പ്രോബ്ലം ഒരു സൊല്യൂഷൻ ഉള്ള പ്രോബ്ലം ആയിട്ട് മാറി. കാരണം m+n-1 എത്രയാണോ അത്രയും തന്നെ ഒക്കുപ്പൈഡ് സെൽസ് ഉണ്ട്. സോ വി ക്യാൻ യൂസ് മോഡി മെത്തേഡ്. മോഡി മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഫോർ ഒക്കുപ്പൈഡ് സെൽസ് സോൾവ് ദി ഇക്വേഷൻസ് ui + vj = Cij. And for unoccupied cells, find the value of the relative cost coefficients wij, which is equal to ui + vj - Cij. നമുക്ക് ഈ ഫസ്റ്റ് ഐട്രേഷനിൽ തന്നെ എല്ലാ wij-യുടെ വാല്യൂ <0 എന്ന് കിട്ടും. യു ക്യാൻ വെരിഫൈ ദാറ്റ്. നമുക്ക് ലൂപ്പ് വരയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതിനു മുമ്പ് തന്നെ wij-യുടെ എല്ലാ വാല്യൂസും <0 എന്ന് കിട്ടും. അതുകൊണ്ട് ഈ സൊല്യൂഷൻ ഫസ്റ്റ് ഇനീഷ്യൽ ബേസ് ഫീസിബിൾ സൊല്യൂഷൻ തന്നെ ഒപ്റ്റിമം സൊല്യൂഷൻ ആയിട്ട് വരുന്നു. So the optimal solution is x11 in the value 0. അതുകൊണ്ട് x12 is 6, x23 is 2, x24 is equal to 6, x31 is equal to 4, x33 is equal to 6. Okay, so and the minimum transportation cost is equal to 28. You can verify that. ഇനി ഇവിടെ 0 ഇടുന്നതിന് പകരം ഇവിടെയാണ് 0 ഇട്ടാലും നിങ്ങൾക്ക് കിട്ടുന്നതും ഒരു ഒപ്റ്റിമം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ്. ഇവിടെ ലീസ്റ്റ് കോസ്റ്റ് 1 ആണെന്ന് പറഞ്ഞല്ലോ, ഇവിടെയും ഒരു ലീസ്റ്റ് കോസ്റ്റ് 1 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെല്ലിലാണ് നിങ്ങൾ ഈ അലോക്കേഷൻ പകരം ഇവിടെയാണ് നടത്തുന്നതെങ്കിലും നിങ്ങൾക്ക് വേറെ ഒരു സൊല്യൂഷൻ ആണ് കിട്ടുന്നത്. പക്ഷെ അതും നമുക്ക് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 28 തന്നെ തരും. സോ ദാറ്റ് ഈസ് ദി ആൻസർ. സോ നെക്സ്റ്റ് കൺസെപ്റ്റ് ഇൻ ദിസ് മൊഡ്യൂൾ ഈസ് മാക്സിമൈസേഷൻ ഓഫ് എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. So in general, transportation method is used for minimization problems. However, it may also be used to solve problems in which the objective is to maximize when we consider the unit profit Pij instead of the unit cost Cij associated with each route I, j. ഇപ്പോൾ മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച എല്ലാ കൺസെപ്റ്റും മിനിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആയിരുന്നു. മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ് നോക്കുക. നമുക്കറിയാം കോസ്റ്റ് സംബന്ധമായ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രോബ്ലം അല്ല. അതേസമയം പ്രോഫിറ്റ് സംബന്ധമായ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മാക്സിമൈസേഷൻ ടൈപ്പ് പ്രോബ്ലംസും വരാം. നമുക്ക് Cij കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് 1 യൂണിറ്റ് ഫ്രം സോഴ്സ് 1 ടു സോഴ്സ് I ടു ഡെസ്റ്റിനേഷൻ j എന്നതിന് പകരം പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ Pij എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് Pij ആണ് വരുന്നതെങ്കിൽ നമ്മൾ മാക്സിമൈസേഷൻ ടൈപ്പ് പ്രോബ്ലം ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ വിച്ച് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു maximize the profit. We are considering the profit Pij instead of the unit cost Cij. Cijക്ക് പകരം നമ്മൾ പ്രോഫിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലത്തെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ താഴെ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രൊസീജിയർ അല്ലെങ്കിൽ വർക്കിംഗ് റൂൾ എന്നൊക്കെ പറയാം. സ്റ്റെപ്പ് 1, 2, 3 ഉള്ളൂ. സ്റ്റെപ്പ് 1 എന്താണ്? കൺവേർട്ട് ദ ഗിവൺ പ്രോബ്ലം ഇൻ ടു ദാറ്റ് ഓഫ് എ മിനിമൈസേഷൻ പ്രോബ്ലം. മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ മിനിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബൈ റീപ്ലേസിംഗ് ഈച്ച് എലമെന്റ് ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ബൈ ഇറ്റ്സ് ഡിഫറൻസ് ഫ്രം മാക്സിമം എലമെന്റ് ഓഫ് ദി ടേബിൾ. ഇപ്പോൾ ഒരു മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ മിനിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആക്കി മാറ്റുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 1. അതിനെന്ത് ചെയ്യണം?
ആ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലെ എല്ലാ എലമെന്റ്സിലേക്കും വെച്ച് ഏറ്റവും വലിയ CIJ എന്ന് കണ്ടുപിടിക്കുക. ഐഡന്റിഫൈ ദ ലാർജസ്റ്റ്, ദി മാക്സിമം CIJ വാല്യൂ, ലാർജസ്റ്റ് CIJ വാല്യൂ. ഈ ലാർജസ്റ്റ് CIJ വാല്യൂവിൽ നിന്ന് ഓരോ CIJയും സബ്ട്രാക്ട് ചെയ്താൽ we will get minimization transportation problem. So first find the largest CIJ value, then subtract each element of the transportation table from the largest CIJ value. You will get a minimization transportation problem. In the minimization transportation problem കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 ഒക്കെ ഉപയോഗിച്ച് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താം. സ്റ്റെപ്പ് 2 എന്താണ് പറയുന്നത്? ഫൈൻഡ് ആൻ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ യൂസിങ് എനി വൺ ഓഫ് ദി 3 മെത്തേഡ്സ്, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡോ അല്ലെങ്കിൽ മെട്രിക്സ് മിനിമം മെത്തേഡോ അല്ലെങ്കിൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡോ ഉപയോഗിച്ച് ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 3 പറയുന്നത് എന്താണ്? മോഡി മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്തുക. ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇംപ്രൂവ് ചെയ്ത് ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്തുക. അതിനുവേണ്ടി മോഡി മെത്തേഡ് ഉപയോഗിക്കുക. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോൾവ് ദി ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. മാക്സിമൈസ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇവിടെ നോക്കിക്കേ, സോഴ്സ് S1, S2, S3 ഒക്കെ ഉണ്ട്. ഡെസ്റ്റിനേഷൻസ് D1, D2, D3, D4, D5. 3 സോഴ്സ് 5 ഡെസ്റ്റിനേഷൻ പ്രോബ്ലം ആണ്. സോഴ്സ് അവൈലബിലിറ്റീസ് ആർ 150, 200 and 125 respectively, and requirements are 80, 100, 75, 45 and 125 respectively. So total availability is 475 and total requirement is 425. ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഈ മാക്സിമൈസേഷൻ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യണം. മാക്സിമൈസേഷൻ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആദ്യമേ ഈ മാക്സിമൈസേഷൻ പ്രോബ്ലത്തെ ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആക്കി മാറ്റി എഴുതുക. അതാണല്ലോ നമ്മുടെ സ്റ്റെപ്പ് 1 പറയുന്നത്. സ്റ്റെപ്പ് 1 സജസ്റ്റ് ദാറ്റ് കൺവേർട്ട് ദ മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം to a minimization transportation problem. For that, first find the maximum അല്ലെങ്കിൽ ലാർജസ്റ്റ് CIJ വാല്യൂ. ഈ മെട്രിക്സിലെ ലാർജസ്റ്റ് CIJ വാല്യൂ ഏതാണ്? 9 ആണോ 11 ആണോ ഒക്കെ വലുത്? 9. ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ 14 ആണ് അല്ലേ? 14 ഈസ് ദി ലാർജസ്റ്റ് CIJ വാല്യൂ. നമ്മുടെ ലാർജസ്റ്റ് CIJ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോ എലമെന്റും ഈ 14ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ഈച്ച് എലമെന്റ് ഓഫ് ദിസ് ടേബിൾ ഫ്രം 14. ഈ 9 എന്തായിട്ട് മാറും? 14 മൈനസ് 9 എത്രയാണ്? 14 മൈനസ് 9 ഈസ് 5. ഇതെന്തായിട്ട് മാറും? 14 മൈനസ് 11. 14ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 14 മൈനസ് 11 ഈസ് 3. ഇതോ 14 മൈനസ് 6, 14 മൈനസ് 5, 14 മൈനസ് 5. ഓക്കെ, ദിസ് ഈസ് 14 minus 1, that is 15. 14 minus 3, 14 minus 1, 14 minus 9, 14 minus 1. Okay, this is 14 minus 8. 14 minus 8 എത്രയാണ്? 6. Similarly 14 minus 9, 14 minus 10, 14 minus 14, 0. 14 minus 4, 10. So we got a minimization transportation problem. This is minimization. ഇത് മിനിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആയിട്ട് മാറി. ഒറിജിനൽ പ്രോബ്ലം മാക്സിമൈസേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മിനിമൈസേഷൻ ആയിട്ട് മാറി. ഇനി ഇത് നമുക്ക് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡോ അല്ലെങ്കിൽ മെട്രിക്സ് മിനിമം മെത്തേഡോ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡോ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക. അതിനുശേഷം മോഡി മെത്തേഡ് ഉപയോഗിച്ച് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്യുക അല്ലേ? പക്ഷെ അതിനു മുമ്പായിട്ട് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഇത് ടോട്ടൽ സപ്ലൈ നമുക്കറിയാം 475 ആണ്. ടോട്ടൽ ഡിമാൻഡ് എന്താണ്? 425 ആണ്. സോ ദിസ് ഈസ് ആൻ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ദിസ് ഈസ് ആൻ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. കാരണം ടോട്ടൽ സപ്ലൈ ഈസ് നോട്ട് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ സപ്ലൈ 475 ആണ്. ടോട്ടൽ റിക്വയർമെന്റ് 425 ആണ്. ഒരു 50 യൂണിറ്റ്സ് അല്ലേ? 475 മൈനസ് 425 ഈസ് ഈക്വൽ ടു 50. ഒരു 50 യൂണിറ്റ്സ് റിക്വയർമെന്റിന്റെ കുറവുണ്ട്. ദിസ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇപ്പോൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. യു കൺവേർട്ട് ദിസ് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടു എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. എങ്ങനെയാണ് ഒരു അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ
ഒരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ടോട്ടൽ സപ്ലൈ 475 ആണ്, എന്നാൽ ടോട്ടൽ ഡിമാൻഡ് അത്രയും ഇല്ല, ടോട്ടൽ ഡിമാൻഡ് കുറവാണ്. ഒരു റോയും കൂടെ ഒരു കോളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ് 15 കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആവുകയുള്ളൂ അല്ലേ. ടോട്ടൽ റിക്വയർമെൻറ്റ് 425 ആണ്. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ കൂടെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുക, ഒരു D6 കൂടെ കൂട്ടിച്ചേർക്കുക, ഒരു ഡെസ്റ്റിനേഷൻ. അതിനെയാണല്ലോ നമ്മൾ ഡെമ്മി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഡെമ്മി ഡെസ്റ്റിനേഷൻ കൂടെ കൂട്ടിച്ചേർക്കുക, അതിൻ്റെ റിക്വയർമെൻറ്റ് 50 ആയിട്ട് എഴുതി ചേർക്കുക. 50 കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഡിഫറൻസ് ഓഫ് 475 ആൻഡ് 425, ടോട്ടൽ സപ്ലൈ മൈനസ് ടോട്ടൽ ഡിമാൻഡ്. അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ പ്രോബ്ലം ഒരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആകും. സോ നെക്സ്റ്റ് വി വിൽ കൺവേർട്ട് ദിസ് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടു എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നമുക്ക് അടുത്ത ടേബിൾ നോക്കാം. ഇവിടെ നമ്മൾ ഇതിനെ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആക്കുകയാണ്. സോഴ്സ് S1, S2, S3, then destination D1, D2, D3, D4, D5, then last one is dummy destination D6. Destination D6, അതിൻ്റെ കോസ്റ്റ് കോഎഫിഷ്യൻസ് ഒക്കെയാണ്. വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിങ് എ സോഴ്സ് ടു എ ഡെമ്മി ഡെസ്റ്റിനേഷൻ? ഒരു സോഴ്സിൽ നിന്ന് ഡെമ്മി ഡെസ്റ്റിനേഷനിലേക്കുള്ള കോസ്റ്റുകളെല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ സോഴ്സിൽ നിന്ന് ഡെമ്മി ഡെസ്റ്റിനേഷനിലേക്കുള്ള കോസ്റ്റുകൾ CIJs എല്ലാം 0s ആണ്. അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? D6 ഡെമ്മി ഡെസ്റ്റിനേഷനിലേക്കുള്ള റിക്വയർമെൻറ്റ്, that is total supply minus total requirement, that is 50. So now you can verify that the problem is a balanced transportation problem. Total supply is equal to total demand ആണ് 475 ആയി. The problem is balanced. Okay, maximization പ്രോബ്ലത്തെ മിനിമൈസേഷൻ ആക്കി മാറ്റി. മിനിമൈസേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ബാലൻസ്ഡ് അല്ല എങ്കിൽ അതിനെ ബാലൻസ്ഡ് പ്രോബ്ലം ആക്കി മാറ്റി എഴുതി. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് റോ ഡിഫറൻസസും കോളൻ ഡിഫറൻസസും എല്ലാം കണ്ടുപിടിക്കണം. ആ അൽഗോരിതം പറയുന്ന അനുസരിച്ച് അത് മുഴുവൻ വർക്കൗട്ട് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടും. സോ ദ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എനിക്ക് കിട്ടിയ ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇതാണ്. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. X11ന്റെ വാല്യൂ 50, X12 100, then X24 is equal to 45, X25 is 105, X26 is 50, X31 is 30, X33 is 75 and X35 is 20. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഇനി ഈ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമം സൊല്യൂഷൻ തരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒപ്റ്റിമം സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ ഫോർ occupied cells solve the equations ui plus vj is equal to cij കണ്ടുപിടിക്കുക. u1, u2, u3, v1, v2, v3, v4, v5, v6 അതിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. അതിനുശേഷം ഫോർ നോൺ ഒക്കുപ്പൈഡ് സെൽസ് അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് സെൽസ് calculate the net relative cost coefficients wij is equal to ui plus vj minus cij. ഈ പ്രോബ്ലത്തിലെ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസുകൾ കണ്ടുപിടിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷന് ഒപ്റ്റിമം സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ മോഡി മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. ഒക്കുപ്പൈഡ് സെൽസിന് ഈ സെറ്റ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് യുഐയുടെയും വിജയുടെയും വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ച് റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ഫോർ അൺഒക്കുപ്പൈഡ് സെൽസ് WIJs കണ്ടുപിടിക്കുക. ഈ ഐട്രേഷനിൽ എല്ലാ WIJസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ എല്ലാ WIJസും 0 അല്ല. അറ്റ്ലീസ്റ്റ് ഒരു WIJ എങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അറ്റ്ലീസ്റ്റ് 1 WIJ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈ ദി ലാർജസ്റ്റ് പോസിറ്റീവ് WIJ. ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള WIJ ഏതാണെന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? സെലക്ട് ദി അൺഒക്കുപ്പൈഡ് സെൽ ഹാവിംഗ് ദി ലാർജസ്റ്റ് പോസിറ്റീവ് WIJ. ഏറ്റവും വലിയ പോസിറ്റീവ് WIJക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺഒക്കുപ്പൈഡ് സെൽ ഏതാണോ അത് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ കാര്യം, ആ സെല്ലിൽ ഒരു തീറ്റ അസൈൻ ചെയ്യുക. തീറ്റ സെൽ അസൈൻ ചെയ്യുമ്പോൾ ഒരു ലൂപ്പ് ഉണ്ടാകും. നാലാമത്തെ കാര്യമാണ് ഐഡന്റിഫൈ ദ ലൂപ്പ്. അഞ്ചാമത്തെ കാര്യം, ലൂപ്പിൽ
നമ്മൾ ലൂപ്പിന് കോർണേഴ്സുകളുണ്ടല്ലോ അല്ലേ? ലൂപ്പ് ഈസ് എ ക്ലോസ്ഡ് പോളിഗൺ ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വരണം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ടേണിംഗ് വേണം. വി ആർ യൂസിങ് ഓൺലി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. അപ്പോൾ ആ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തീറ്റ സെല്ലിൽ നിന്നാണ്. തീറ്റ സെല്ലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് തീറ്റ സെല്ലിൽ തന്നെ വരുന്നു. അതുകൊണ്ട് ഓരോ കോർണർ പോയിന്റിലും പ്ലസ് മൈനസ് എന്നുള്ള സൈൻ അസൈൻ ചെയ്യുക. തീറ്റ സെല്ലിൽ എപ്പോഴും പ്ലസ് സൈൻ ആയിരിക്കണം. ബാക്കിയുള്ള ഓരോ കോർണറിലും ഓൾട്ടർനേറ്റീവ്ലി മൈനസ് ആക്കുക. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമുക്കുണ്ടല്ലോ. മിനിമം വാല്യൂ ഓഫ് HIJs ഇൻ ദി നെഗറ്റീവ് സൈൻഡ് കോർണർ സെൽസ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കോർണർ സെല്ലുകളിലെ തീറ്റയുടെ വാല്യൂ ആഡ് ചെയ്യും. നെഗറ്റീവ് സൈൻഡ് ആയിട്ടുള്ള തീറ്റയുടെ വാല്യൂ, നെഗറ്റീവ് സൈൻഡ് കോർണർ സെല്ലിൽ നമ്മുടെ തീറ്റയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യും. ഇപ്പൊ തീറ്റയുടെ വാല്യൂ ആഡ് ചെയ്യേണ്ട സെല്ല് ഏതൊക്കെയാണ്? പ്ലസ് സൈൻ ഉള്ള സെല്ലുകളിലാണ്. തീറ്റയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ സെല്ലിലാണ്? മൈനസ് സൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന സെല്ലുകളിലാണ് തീറ്റയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു സെല്ലിൽ തീറ്റയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വാല്യൂ 0 ആയി പോകും. ആ 0 ആകുന്ന സെല്ലിൽ നമ്മൾ 0 എന്ന് പ്രത്യേകം എഴുതി ചേർക്കരുത്. 0 നമ്മൾ എഴുതാറില്ല. ഏതെങ്കിലും ഒരു സെല്ലിൽ തീറ്റയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ അലൊക്കേഷൻ 0 ആയിട്ട് മാറുകയാണെങ്കിൽ ആ 0 എഴുതരുത്. അത് അടുത്ത ഇറ്ററേറ്റീവ് ടേബിളിൽ ബ്ലാങ്ക് ഇട്ടേക്കുക. അതൊരു അൺഒക്കുപ്പൈഡ് സെല്ലായിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പം ഞാൻ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ടേബിൾ ഇതാണ് കേട്ടോ. ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു. ആ ലൂപ്പ് തീറ്റ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചു. തീറ്റയുടെ വാല്യൂ ആഡ് ചെയ്തു. തീറ്റയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യേണ്ടത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ തീറ്റയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഏതോ ഒരു സെല്ലിലെ അലോക്കേഷൻ 0 ആയിപ്പോയി. ആ അലോക്കേഷൻ 0 ആയതുകൊണ്ട് ഞാൻ അതിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ മാറി മറ്റൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടി. ഓക്കെ, ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ വീണ്ടും നമ്മൾ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം. വെദർ ദിസ് സൊല്യൂഷൻ ഗീവ്സ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓർ നോട്ട്. ഈ H11 50, H12 is 100, H24 is 25, H25 is 125, H26 is 50, H31 is 30, H33 is 75, H34 is equal to 20. Check whether this basic feasible solution gives an optimum basic feasible solution or not. അതിനുവേണ്ടി വീണ്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ ഒക്കുപ്പൈഡ് സെൽസിനെല്ലാം UI plus VJ is equal to CIJ എന്ന് പറയുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ള സെല്ലുകൾക്കൊക്കെ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് WIJ, ദാറ്റ് ഈസ് UI plus VJ minus CIJ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം എല്ലാ WIJസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു ഐറ്ററേഷനിൽ ഹിയർ യു വിൽ ഗെറ്റ് ഓൾ WIJs ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ ഐറ്ററേഷനിലാണ് നമുക്ക് എല്ലാ WIJസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രോസസ്സ് ഇവിടെ നടത്താം. നമുക്ക് ഒരു മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടി. മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദി മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്? മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 50 into 5 plus 100 into 3 plus 25 into 5 plus 125 into 13 plus 50 into 0 plus 30 into 6 plus 75 into 4 plus 20 into 0. That is the minimum transportation cost. ഓക്കെ, പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനിമം വാല്യൂ കണ്ടുപിടിക്കാനല്ല. നമ്മുടെ പ്രോബ്ലം മാക്സിമൈസേഷൻ ആയിരുന്നു. മാക്സിമൈസേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയോ? 50 into 5, 100 into 3 എന്നൊക്കെ പറയുന്നത് മിനിമം വാല്യൂ ആണ്. കാരണം ഈ മിനിമൈസേഷൻ പ്രോബ്ലം നമ്മുടെ ക്വസ്റ്റ്യൻ മാക്സിമൈസേഷൻ ആയിരുന്നു, അതിനെ മിനിമൈസേഷനിലേക്ക് മാറ്റി. സോ ദിസ് ഈസ് എ മിനിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. മിനിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമം സൊല്യൂഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് സൊല്യൂഷൻ ഗിവ്സ് മിനിമം വാല്യൂ. നമുക്ക് വേണ്ടത് മാക്സിമം വാല്യൂ ആണ്. ഇപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഈ അലോക്കേഷൻസ് ഒക്കെ 50, 100, 25, 125, 50, 30, 75, 20 എന്നുള്ള അലോക്കേഷൻസ് ഒക്കെ ആ ഒറിജിനൽ ക്വസ്റ്റ്യൻ മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലേക്ക് എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? ഈ 50 ഒക്കെ വരുന്നത് ഇങ്ങോട്ടാണ്. ഒറിജിനൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ദിസ് ഈസ് ദി ഒറിജിനൽ പ്രോബ്ലം അല്ലേ? അപ്പോൾ 50 ഫസ്റ്റ് അലോക്കേഷൻ 50, then 100, then 25, 125, 50, 30, then 75, then 20,
മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ് നമ്മൾ എഴുതി ചേർത്തു. ഇനി ഇതാണ് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കുക അല്ലേ. മാക്സിമം പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 50 × 9. 50 × 9 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 50 × 9 ഈസ് 50 × 9 പ്ലസ് 100 × 11. 100 × 11 പ്ലസ് 25 × 1. 25 × 1 25 × 1 plus 125 × 9 plus 50 × 1 plus 50 × 1 plus 30 × 8 plus 75 × 10 plus 20 × 14. This will give the value 3170. This is the maximum profit, maximum value of the problem. Okay, thank you.